സമരനായകന് വിട നൽകാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. VS-ന് വിട നൽകാൻ കേരളം ഒരുങ്ങുകയാണ്. മൃതദേഹം രാവിലെ 9 മണി മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. 9 മണിയോടെ മൃതദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 10 മണി മുതൽ ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാവും. വൈകിട്ട് 4 മണിയോടെ വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. ആന്റണി ജിസ്റ്റോർസ് നമ്മളോടൊപ്പം ചേരുന്നു. ആന്റണി, വളരെയധികം തികഞ്ഞ ദാരിദ്ര്യത്തിലടക്കം ബാല്യകാലം കഴിഞ്ഞ് ചെലവഴിച്ച ഒരാളായിരുന്നു VS. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വിഷമങ്ങളും സാധാരണക്കാരിൽ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച്, അടിച്ചമർത്തവരെ സംബന്ധിച്ച്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംബന്ധിച്ച് VS അവരുടെയൊക്കെ പ്രതീകമായിരുന്നു, അവരുടെയൊക്കെ പ്രതിനിധിയായിരുന്നു VS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് VS ജനമനസ്സുകളിലേക്ക് ഇത്രയും ആഴത്തിൽ ആഴ്ന്നിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ VS-ന് അമ്മയെ നഷ്ടപ്പെടുന്നു. വസൂരി വന്ന അമ്മയെ അകലെയുള്ള ഓലപ്പുരയിലേക്ക് അമ്മ മാറ്റിയപ്പോൾ ആ ഓലക്കീറിലൂടെയാണ് VS അവസാനമായി അമ്മയെ കാണുന്നത്. പിന്നീട് 11-ാം വയസ്സിൽ അച്ഛനെയും VS-ന് നഷ്ടപ്പെട്ടു. പിന്നീട് VS തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമെന്ന വിശ്വാസം തനിക്ക് അതോടുകൂടി ഇല്ലാതായി എന്നുള്ളത്. പിന്നീട് VS-ൻ്റെ ഒരു ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു. VS-നെ പോലീസുകാർ ലോക്കപ്പിലിട്ടിടിച്ച് കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി അദ്ദേഹം മരിച്ചു എന്ന് കരുതി, ബോധരഹിതനായപ്പോൾ മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ കൊണ്ടുപോയി കളഞ്ഞപ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണത്തിലേക്ക് പോയി അവിടെ നിന്ന് മടങ്ങി വന്ന ആളാണ്. അങ്ങനെ ജീവിതം കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു പോരാട്ടമായിരുന്നു VS-നെ സംബന്ധിച്ച്. ആ പോരാട്ടം VS തൻ്റെ അവസാന ദിവസം വരെ തുടർന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 27 ദിവസങ്ങളാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ കിടന്നത്. അത്തരത്തിൽ അവസാന നിമിഷം വരെ, ആ കുഞ്ഞുനാളിൽ തുടങ്ങിയ ആ പോരാട്ടം ഈ അവസാന നിമിഷം വരെ VS തുടർന്നു എന്നുള്ളതാണ് ജീവിതം. അതുകൊണ്ട് തന്നെയാണ് VS-നെ പോരാട്ടമാണ് VS-ൻ്റെ ജീവിതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ സമര പോരാട്ടങ്ങളുടെ പോരാട്ടങ്ങളാണ് VS എല്ലാ കാലത്തും VS-ൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുന്നപ്ര വയലാർ പോലെയുള്ള സമരത്തിലേക്ക് VS ഇറങ്ങുന്നു. P. കൃഷ്ണപിള്ള അദ്ദേഹത്തെ ആലപ്പുഴയിലെ കർഷകരെ സംഘടിപ്പിക്കാനായി, കർഷക ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കാനായി അദ്ദേഹത്തെ നിയോഗിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംഘടനാ പാഠവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും കണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ P. കൃഷ്ണപിള്ള തന്നെയാണ് VS-നെ കർഷകരെ സംഘടിപ്പിക്കാനായി ഇറക്കുന്നത്. അങ്ങനെ അടിത്തട്ടിൽ മുതൽ സംഘടനാ പ്രവർത്തനം, പാർട്ടിക്കൊപ്പം, പ്രസ്ഥാനത്തിനൊപ്പം വളർന്നു വന്ന VS എന്നും നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ഒരാളാണ്. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്നൊരു സംഘം ഇറങ്ങിപ്പോരുമ്പോൾ VS-ഉം ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡാങ്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണെന്ന് 1964 അവരിറങ്ങി പോരുന്നത്. ആ നിലപാടുകളിൽ എന്നും ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യം, അത് ഭരണത്തിലിരിക്കുമ്പോൾ, അത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ആണെങ്കിൽ പോലും വിയോജിപ്പുണ്ടെങ്കിൽ, പാർട്ടിയും എടുക്കുന്ന നിലപാടുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് പരസ്യമായി തന്നെ VS പറഞ്ഞിരുന്നു. പലപ്പോഴും ഈ പല കാര്യങ്ങളിലും VS അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ എന്നും സമരമായിരുന്നു. മാത്രമല്ല നിലപാടുകളാണ് VS-നെ സംബന്ധിച്ച്, നിലപാടിൽ എന്നും ഉറച്ച് നിന്നിരുന്ന ഒരാളാണ്. മൂന്നാറിൽ നമ്മൾ കണ്ടതാണ്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് VS-നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. മൂന്നാറിൽ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസടക്കം അന്ന് ഈ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചു. അതിനെതിരെ അന്ന് CPI അടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും VS അതിൽ നിന്ന് അണുവിട പിന്നോട്ട് പോയില്ല. VS അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 3 ഉദ്യോഗസ്ഥരെ VS അവിടേക്ക് അയച്ചു. അത് പൂർണ്ണമായും വിജയം കണ്ടില്ലെങ്കിൽ പോലും ആ VS-ൻ്റെ ആ ഇടപെടൽ, മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ, മൂന്നാറിൻ്റെ ആ ഇന്നത്തെ പാരിസ്ഥിതിക അവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമായത് VS-ൻ്റെ ആ ഇടപെടലാണ് എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ മതികെട്ടാൻ മലയിലെ കയ്യേറ്റ ഭൂമിയിലേക്ക് VS എത്തിയത്, ആ കാര്യത്തിൽ ഇടപെട്ടത്. VS പരിസ്ഥിതിക്കൊപ്പം എന്നും ഉറച്ചു നിന്നിരുന്ന ഒരാളാണ്.
കൂടംകുളം വിഷയത്തെ സംബന്ധിച്ച് വരുമ്പോൾ കൂടംകുളം വിഷയത്തിന് അനുകൂലമായ സമീപനമാണ് പാർട്ടിയുടെ തമിഴ്നാട് അടക്കമുള്ള ഘടകങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ വി എസ് ആ സമരഭൂമിയിലേക്ക് പോയി. വി എസ് അവിടേക്ക് പോകരുതെന്ന് പലകുറി പറഞ്ഞപ്പോഴും വി എസ് ആ സമരഭൂമിയിലേക്ക് പോയി. കൂടംകുളത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അങ്ങനെ തൻ്റെ നിലപാടുകൾ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളായിരുന്നു, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നിലപാടുകളായിരുന്നു എന്നുള്ളതാണ്. ആ നിലപാടുകളിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ എന്നും ഉറച്ചു നിന്നിരുന്ന ഒരാളാണ്. ഒരിക്കൽ ഈ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആ വിവാദങ്ങൾ വന്നിരുന്ന സമയത്ത്, അതായത് ആദ്യ വെളിപ്പെടുത്തലിന് ശേഷം പിന്നീട് ഒരു വെളിപ്പെടുത്തൽ കൂടി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന റൌഫ് ചില വെളിപ്പെടുത്തലുകളുമായി വന്നപ്പോൾ വി എസ് പറഞ്ഞത് അയാളെ ഈ തെരുവിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് വി എസ് അന്ന് പറഞ്ഞു. അങ്ങനെ വി എസ് അങ്ങനെ അതുപോലെ അത്തരത്തിലൊരു നിലപാട് എടുത്തിരുന്ന ഒരാളാണ് വി എസ് എന്ന് പറയുന്നത്. സ്ത്രീ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവർക്കൊപ്പം പെൺപിള ഒരുമൈ സമരത്തിനടക്കം വി എസിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടം തുടങ്ങുന്നത് 1970 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടുമ്പോൾ എന്നും വി എസിന് 10 കൈയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1970 നവംബർ 2 നടന്ന പോലീസുകാർ പ്രതികളായ ഒരു മാനഭംഗ കേസുണ്ടായിരുന്നു. ആരും അറിയില്ലെന്ന് കരുതി ആ കേസ് ഇങ്ങനെ അവരെ ഒതുക്കി തീർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇരുട്ടി വെളിക്കും മുമ്പ് വി എസ് ഒറ്റയ്ക്കാണ് ആ കേസ് കേരള ജനതയുടെ മനസാക്ഷിക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നെഹ്റു ട്രോഫി വാർഡിലാണ്, ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വാർഡിൽ 4 കർഷക തൊഴിലാളി യുവതികളെ 8 പോലീസുകാർ ചേർന്ന് മാനഭംഗം ചെയ്തെന്ന് ടെലിഗ്രാം വഴിയാണ് വി എസ് അറിയുന്നത്. അപ്പോൾ ഈ വാർത്ത വി എസ് അറിയുന്നത് 1 മണി സമയത്താണ്, പുലർച്ചെ 1 മണി സമയത്താണ് ഈ വാർത്ത അറിയുന്നത്. നേരം വെളുക്കാൻ വി എസ് നിന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ തന്നെ ആലപ്പുഴയിലേക്ക് പോയി സംഭവ സ്ഥലത്തെത്തി ആ സ്ത്രീകളോട് ചോദിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വി എസ് അറിഞ്ഞു. ആ വിവരങ്ങൾ ശേഖരിച്ചു. ഉടൻ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ വി എസ് പങ്കെടുത്ത് അപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ച് അന്ന് നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അവിടെ എത്തി വി എസ് ആ വിഷയം സഭയ്ക്ക് മുന്നിൽ ഉന്നയിച്ചു, നിയമസഭയിൽ ഉന്നയിച്ചു. അടിയന്തര പ്രമേയമായാണ് അദ്ദേഹം ആ വിഷയം സഭയിൽ ഉന്നയിച്ചത്. ആ പ്രസംഗം അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി കിട്ടിയ ടെലിഗ്രാം അനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ പോയി നേരിട്ട് അന്വേഷിച്ചതിൽ എനിക്ക് കിട്ടിയ വിവരങ്ങൾ പറയുകയാണ്. വി എസ് പറഞ്ഞത് സഭാംഗങ്ങളും ഞെട്ടലോടെയാണ് കേട്ടത്. സർക്കാർ ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ ആഭ്യന്തരമന്ത്രി CH മുഹമ്മദ് കോയ മറുപടി നൽകി. ഒടുവിൽ 8 പോലീസുകാരുടെ പേരിൽ കേസെടുത്തു. അന്ന് തുടങ്ങിയതാണ് വി എസിൻ്റെ പോരാട്ടം. നമ്മൾ കേരളം ചർച്ച ചെയ്ത പല സ്ത്രീപീഡന കേസുകളിലടക്കം വി എസ് ആ ഇരകൾക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം വി എസ് നിന്നത് കണ്ടതാണ്. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ വി എസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറ്റ് മേഖലകളിലേക്ക് വരുമ്പോൾ, തൊഴിലാളി പ്രശ്നങ്ങൾ വരുമ്പോൾ വി എസിനെ തേടിയാണ് ആ തൊഴിലാളികൾ എത്തിയിരുന്നത്. IT രംഗത്ത് ടെക്നോ പാർക്കിലടക്കം വലിയ കമ്പനികൾ തൊഴിലാളികളെ IT പ്രൊഫഷണലുകളെ ഒക്കെ പിരിച്ചുവിട്ട ഘട്ടത്തിൽ പോലും വി എസ് അതിൽ ഇടപെട്ടു. പിരിച്ചുവിടരുത് എന്ന് വി എസ് സമരത്തിലിടപെട്ട് വി എസ് അതിന് ഫലം കാണുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നവൻ്റെ അത്താണിയായിരുന്നു വി എസ് എന്ന് പറയുന്ന ആ ഒരു മഹാമേരു അല്ലെങ്കിൽ ആ നേതാവ് എന്ന് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്. പറയുന്ന സത്യസന്ധമാണ് പറയുന്ന കാര്യമെങ്കിൽ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ വി എസ് അവർക്കൊപ്പം ഉണ്ടായിരിക്കും. വി എസ് അതിനുവേണ്ടി പോരാടും, വി എസ് അതിനുവേണ്ടി വാദിക്കും, വി എസ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനൊപ്പം ആ അനുഭവങ്ങളിൽ നിന്നിരുന്ന ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വേറൊരു നേതാവിനും കിട്ടാത്ത ആ മുദ്രാവാക്യം കണ്ണേ കരളേ എന്ന് കേരളം ഒരേ ഒരു നേതാവിനെ വാഴിച്ചിട്ടുള്ളൂ. ഒരേ ഒരു നേതാവിനെ മാത്രമേ വി എസ് രാഷ്ട്രീയ കേരളം അങ്ങനെ മുദ്രാവാക്യത്തിലൂടെ വിളിച്ചിട്ടുള്ളൂ. കേരളത്തിൻ്റെ കണ്ണേ കരളേ എന്ന് വിളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം വി എസിന് സീറ്റ് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിലൊക്കെ പാർട്ടിയിലേക്ക് നിരവധി വലിയ പ്രതിഷേധമടക്കം അവിടെ നടന്നു. ഒരു തെരഞ്ഞെടുപ്പ് മുഴുവൻ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തെ പിന്നീട് പാർട്ടിക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അത്രയും പാർട്ടി അണികൾക്കുള്ളിൽ ജനങ്ങൾക്കുള്ളിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം വി എസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഏതായാലും വി എസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കാണുന്ന വേലിക്കകത്ത് വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടാണത്. അദ്ദേഹം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ കവടിയാറിലെ ഔദ്യോഗിക വസതിയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീട്ടിലേക്ക് മാറിയത്. എല്ലാം അറിയുന്നുണ്ടായിരുന്നു വി എസ്. രാഷ്ട്രീയ കേരളത്തിലെല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്ന് മകൻ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ പറയുമായിരുന്നു. പത്രം വായിച്ചു കൊടുക്കും, TV കാണും. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നെല്ലാത്തിനും വി എസ് അറിയുന്നുണ്ടായിരുന്നു. വി എസിന് മറുപടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം
സമൂഹത്തിന് അത് പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി VS ഉണ്ടായിരുന്നെങ്കിൽ VS ഇക്കാര്യത്തിൽ എന്തു പറയുമായിരുന്നു എന്നുള്ള ചോദ്യം പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഉയർന്നിട്ടുണ്ട്. അങ്ങനെ VS എല്ലാ കാലങ്ങളിലും നമ്മുടെ കേരള സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യം, VS ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു വിചാരം അല്ലെങ്കിൽ ആ ഒരു പറച്ചിലെന്നും ഉണ്ടായിരുന്നു. ഏതായാലും ഇനി 8:15 സമയം 9 മണിയോടുകൂടി ഇപ്പോൾ ദർബാർ ഹാളിലേക്കാണ് മൃതദേഹം എത്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി ദർബാർ ഹാളിൽ പൊതുദർശനം തുടങ്ങാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ദർബാർ ഹാളിലേക്ക് പോലീസ് അടക്കം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകൾ വഴിയാണ് ദർബാർ ഹാളിലേക്ക് പ്രവേശനമുള്ളത്. നോർത്ത് ഗേറ്റും സൗത്ത് ഗേറ്റും വഴിയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രവേശനമുള്ളത്. അവർ അതുവഴി കയറിയ ശേഷം YMCA ഗേറ്റ് വഴി പുറത്തേക്ക് പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും സുരക്ഷ തന്നെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പുറപ്പെടാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നലെ കണ്ട ഒരു ദൃശ്യമുണ്ട്. വലിയ ഒരു ജനസാഗരമാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിനപ്പുറത്തേക്കായിരിക്കും. ഇന്നലെ കുറഞ്ഞ സമയമാണ് 3:04 മരണ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പട്ടം SUT ഹോസ്പിറ്റലിൽ മുന്നിൽ മുതൽ ഇവിടെ AKG സെന്ററിൽ പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലടക്കമുണ്ടായ ആ ഒരു ജനസാഗരം അത് ഇന്നലെ 11 മണി വരെയാണ് നീണ്ടത്. പിന്നീട് അവസാനം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുള്ളതിനാൽ പിന്നീട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നും സ്ഥിതിക്ക് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം VS അത്രയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ ഇടം നേടിയ നേതാവാണ്. ആ നേതാവിനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു ലാൽ സലാം പറയാൻ, ഒരു റെഡ് സല്യൂട്ട് പറയാൻ എല്ലാവരും അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തലസ്ഥാനത്തേക്ക് ആ ഒരു ജനപ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ മുതൽ ഈ മൃതദേഹം കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ VSനെ കാണാനായി ഈ കാണുന്ന വേലിക്കകത്ത് വീട്ടിലേക്ക് നിരവധി ആളുകളാണ്. അത് സമൂഹത്തിൻ്റെ പല തുറകളിലുള്ള മനുഷ്യരാണ് എത്തിക്കൊണ്ടിരിക്കുന്നതിൽ. മന്ത്രിമാരുണ്ട്, നേതാക്കളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. അങ്ങനെ വിവിധ തുറകളിലുള്ള നിരവധി ആളുകളാണ് ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി VS ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏറെക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് വരികയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ സംസ്ഥാന സർക്കാർ അവിടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അവിടേക്ക് VS എത്തും. അതിനുശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ 27 സ്ഥലങ്ങൾ, അതായത് പൊതുദർശനത്തിന് ഈ പോകുന്ന യാത്രയിൽ 27 സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് VSനെ കാണാൻ അവസരം ഒരുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ യാത്ര ഇങ്ങനെയാണ്. വിലാപ യാത്ര പാളയം PMG ജംഗ്ഷൻ, പാളയത്ത് നിന്ന് PMG വഴി പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പൊങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, മൂന്നുമുക്ക്, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലങ്കോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പോട്ടുകോണം എന്നിവിടങ്ങളിലാണ് VSനെ കാണാനായി അവസരം ഒരുക്കുക. ഇത്രയും സ്ഥലങ്ങളിൽ VSനെ കാണാനായി തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരം സ്ഥലങ്ങളിൽ തന്നെ ഈ കാണാനായുള്ള അവസരം ജനങ്ങൾക്ക് ഈ വിലാപയാത്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ആ മേഖലയിലുള്ള ആളുകളെല്ലാം അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയുണ്ട്. CPIMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി MLA ഉണ്ട്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ VSൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ SUT ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു.